നിലവിൽ എറണാകുളം പോലത്തെ ഒരു മണ്ഡലത്തെ പരീക്ഷ നോക്കുന്ന സമയത്ത് ഈ പ്രചരണ രംഗത്ത് ഭാര്യയുടെ ഒരു പിന്തുണ സാമൂഹ്യ മാധ്യമങ്ങളുടെ കൂടെ ട്രെൻഡായിരുന്നു. ഇപ്പോൾ പാട്ട് വരുന്നു, ചുമരെഴുത്തിൽ, ബാനറിൽ. അപ്പോൾ ഈ ഭാര്യയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പിന്തുണ ഒരു രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് രംഗത്തും എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ ഒരു പൊതുരംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സ്കെഡ്യൂളും തിരക്കും ജനങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ 2 മാസം പരിപൂർണമായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട മാസങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു മാനസിക പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആൾ ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ FM-ലെല്ലാം വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ FM-ൽ വർക്ക് ചെയ്ത ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ എക്സ്പീരിയൻസ് എല്ലാം സ്വാഭാവികമായിട്ടും ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ചൊരു ന്യൂജൻ ക്യാമ്പയിൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ അട്രാക്റ്റീവ് പോസ്റ്റേഴ്സിലാണെങ്കിലും, കാരണം പരമ്പരാഗതമായ ഒരു രീതിയിൽ നിന്ന് നമ്മുടെ ക്യാമ്പയിൻ ഏറെ മുന്നോട്ട് പോയി. അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2019 നമ്മൾ ചെയ്തു. അതിന് വിമർശനങ്ങളുണ്ടായിരുന്നു, പാർട്ടിയുടെ അകത്ത് നിന്ന് എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ജനം അത് ഏറ്റെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടിയും അത് സ്വീകരിച്ചു. അതിപ്പോൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന് ഇപ്പോൾ നമ്മളൊരു റാപ്പ് സോങ് ഇറക്കിയിരുന്നു. ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ തലമുറയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണല്ലേ.